IS ബന്ധത്തിൽ കസ്റ്റഡിയിലെടുത്ത സെയ്ദ് മുഹമ്മദ് ആദിലിന്റെ ഡിജിറ്റൽ ഡിവൈസുകളുടെ പരിശോധന പൂർത്തിയാകുന്നു. ഡിജിറ്റൽ തെളിവുകൾ ക്രോഡീകരിച്ച് വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം. കഴിഞ്ഞ 10-നാണ് ആദിലിനെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ATS സംഘം അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ആദ്യഘട്ടത്തിൽ ചില സംശയങ്ങൾ തോന്നി, പിന്നീട് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നില്ലേ? ഇപ്പോൾ വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിക്കുന്നതിന്റെ ചേതവികാരം എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവം? രാഗി, വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം ATS എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ഡിവൈസുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. ആദിലിനെതിരെ ഉയർന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത്, പരാതി എന്ന് പറയുന്നത്, സമൂഹ മാധ്യമങ്ങൾ വഴി ഭീകരവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു, ഭീകരവാദ ആശയങ്ങളുടെ പ്രചാരണം നടത്തി ISലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായി സമൂഹ മാധ്യമങ്ങളെ ആദിൽ ഉപയോഗപ്പെടുത്തി എന്നതായിരുന്നു കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് ഏറ്റവും ആദ്യം സൈബർ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഇയാൾക്കെതിരായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. പിന്നീട് ATS കേസ് ഏറ്റെടുക്കുന്നു, ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കുന്നു. തുടർന്നാണ് ദമാമിൽ നിന്ന് തിരിച്ച് വിമാനത്താവളത്തിൽ, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ ഘട്ടത്തിൽ അവിടെ എമിഗ്രേഷൻ വിഭാഗം ആദിലിനെ തടഞ്ഞു വയ്ക്കുന്നതും പിന്നീട് അറസ്റ്റിലാവുകയും ATSന് കൈമാറുകയും എല്ലാം തന്നെ ചെയ്തത്. കൊച്ചി നെടുമ്പാശ്ശേരിയിലുള്ള ആസ്ഥാനത്ത് എത്തിച്ച് മണിക്കൂറുകളോളം ATS സംഘം ചോദ്യം ചെയ്തു. മണിക്കൂറുകൾ മാത്രമല്ല, തുടർച്ചയായ ദിവസങ്ങൾ, അടുത്ത ദിവസങ്ങളിലും എല്ലാം തന്നെ ആ ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്തു. അതിൽ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായ ചില വിവരങ്ങൾ തന്നെ, പ്രത്യേകിച്ച് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടക്കുന്ന ഇതിൻ്റെ നിഴൽ രൂപങ്ങൾ, സ്ലീപ്പർ സെല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, IS അടക്കമുള്ള സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെയാണ് അവിടെ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തത്. എന്നാൽ അതിനുമപ്പുറം ഇയാൾക്കെതിരായ തെളിവുകൾ കൂടുതൽ കോർത്തിണക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു പ്രവർത്തനം എന്നതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇതിൻ്റെ സൈബർ ഫോറൻസിക് പരിശോധന പൂർത്തിയായി വരികയാണ്. ഈ സൈബർ ഫോറൻസിക് പരിശോധന കൂടി പൂർത്തിയായ ശേഷം അത് കേന്ദ്രീകരിച്ചായിരിക്കും ആദിലിനെ ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പ്രധാനമായും ചോദ്യം ചെയ്യുക എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും IS പോലുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെല്ലുകൾ കൃത്യമായി തന്നെ പ്രവർത്തിച്ചിരുന്നു. അതിന് പിന്നിൽ നിരവധി ആളുകളുടെ കരങ്ങളുണ്ടായിരുന്നു. നിരോധിത ഭീകര സംഘടനകൾ അടക്കമുള്ള PFI പോലുള്ള നിരോധിത ഭീകര സംഘടനകളുടെ ഭാഗമായിരുന്ന ആളുകൾ തന്നെയായിരുന്നു പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾക്ക് നേതൃത്വം നൽകിയത് എന്നും പല ഘട്ടങ്ങളിലുള്ള അന്വേഷണങ്ങൾക്ക് സംസ്ഥാന കേന്ദ്ര അന്വേഷണ വിഭാഗങ്ങൾ നടത്തിയ അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ആദിലിനെ കേന്ദ്രീകരിച്ച് കൂടി അന്വേഷണം മുന്നോട്ട് പോകുന്നതും ആദിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഡിവൈസുകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത തേടുന്നതും. മാത്രമല്ല, സിറിയ അടക്കമുള്ള രാജ്യങ്ങളിലെ ഭീകര ഗ്രൂപ്പുകളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു, അത്തരത്തിലുള്ള കോളുകൾ പോയിട്ടുണ്ടോ എന്നുകൂടി അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജിജീഷ്, എന്തായാലും ഈ IS ബന്ധം സംശയിച്ചാണ് ആദിൽ എന്ന യുവാവിനെ ATS കസ്റ്റഡിയിലെടുത്തിരുന്നത്. എന്തായാലും ഈ ആദിലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഡിജിറ്റൽ ഡിവൈസുകളുടെ പരിശോധന പൂർത്തിയാവുകയാണ്. ഈ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്ത.